ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 6:20 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 39 വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഊബർ ഓൺ ആക്കാം. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഊബർ ഓൺ ആയിട്ടുണ്ട്. ഊബറിൻ്റെ വാലറ്റിൽ 0 ആണ്. പിന്നെ റാപ്പിഡോയും ഓൺ ആക്കാം. റാപ്പിഡോയിൽ ഇനി 747 രൂപ എത്ര എൺ ചെയ്തു. ഇനി ബാക്കി എൺ ചെയ്യാൻ പറ്റുള്ളൂ. 1000 പേരെ കഴിഞ്ഞാൽ റീചാർജ് ചെയ്യേണ്ടി വരും. പിന്നെ യാത്രി ഓൺ ആക്കാം. യാത്രി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചായക്കടയിലേക്ക് പോയാൽ ചായ കുടിക്കാം. ഇന്നത്തെ നമ്മളെ കിലോമീറ്റർ ഇത് ഇന്നലത്തെ 201 അത് 0 ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ CNG ഇട്ട് വെക്കാം. 64,000 കിലോമീറ്റർ ആയിട്ട് ടോട്ടൽ 52 കിലോമീറ്റർ ഓടി. CNG ഫുൾ ടാങ്ക് ഓടിയിട്ട് ഇനി 6 കട്ടുള്ളൂ. വല്ലാണ്ട് മൈലേജ് കിട്ടിയിട്ടില്ല. പെട്രോള് 2 കട്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി വണ്ടി എടുത്തിട്ട് ചായ കുടിക്കാൻ്റെ അടുക്കുക. ചായ എടുക്കണം അടുക്ക്. നമുക്ക് ഇത്രയും സമയമായിട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നോക്കുമ്പോൾ ഊബർ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാളിങ്ങിലാണ്. 10 ആയിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡോയും അടിച്ചിട്ടില്ല, ഒന്നും അടിച്ചിട്ടില്ല. ഇത് ഇതാവട്ടെ, ഇൻസ്റ്റാൾ ആവട്ടെ. ഇത് അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഇനി അപ്ഡേഷൻ കൊണ്ടാണോ ട്രിപ്പ് വരാത്തതെന്ന് അറിയില്ല. ചൂർണിക്കരക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. വിനമ്ര അല്ലേ, എന്താണ് വിനമ്ര. നമ്മളെ ഊബർ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അപ്ഡേഷൻ കഴിഞ്ഞു. അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വിനമ്രനെ പിക്ക് ചെയ്യാൻ എത്ര കിലോമീറ്ററാ? 550 മീറ്റർ, 2 മിനിറ്റ്. അതായത് കാക്കനാട് പോകുന്ന റോഡാണ്. അത് പോയി എടുക്കട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. വണ്ടി അപ്പം ഇവിടെ കൊടുന്നിട്ടോ അതാ ചായക്കടയിൽ. വണ്ടി നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഒരു സൗണ്ട് പോണ കാര്യം പറയലുണ്ടല്ലോ. അതിപ്പോൾ ഈ കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറായിട്ടുണ്ടാവും. 7:21 അപ്പോൾ 6:30 6:40 ഇറങ്ങിയല്ലേ. അപ്പോൾ ഇത്ര സമയപ്പത്തിന് വണ്ടി ഓടിയില്ലല്ലോ. അതുകൊണ്ട് വീണ്ടും ആ സൗണ്ടിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താ, ഒരു ചെറിയൊരു ഒരമ്പലും ഉണ്ടാവും വണ്ടിക്ക്. പിന്നെ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടില്ല. ക്ലച്ച് വന്ന് വല്ല റിലീസ് ചെയ്യുമ്പോൾ തന്നെ തെള്ളും. വണ്ടി ഒന്നുകൂടി ഇങ്ങനെ മുമ്പ് ചാടാൻ നോക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വണ്ടി കുറച്ച് നേരം ഓടാന്നുകൊണ്ട്. ഇനിയിപ്പോൾ 7 ട്രിപ്പ് കഴിയുമ്പോൾ ഇതിന് റെഡി ആവുമായിരിക്കും. അടിക്കണോ? അല്ല, അതേ കൂടി വഴിയുണ്ട്. മുമ്പിലൊരു നല്ലൊരു കണ്ടെയ്നർ ഉണ്ട്. നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ ഇതായിരുന്നു കേട്ടോ. ഞാൻ കരുതിയ ലേഡി ആയിരിക്കും എഴുതി. ഒരു ലേഡി പേര് പോലെ അല്ലേ. ഇഡ്ഡലി ദോശ, കളമശ്ശേരി മുട്ടം മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഊബറുകാർ കൊണ്ടുപോയി. ഓൺലൈൻ ട്രിപ്പായിരുന്നു. നമ്മൾ ഊബറിന് കൊടുക്കാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഓൺലൈൻ ട്രിപ്പാണ്, ക്യാഷ് കളക്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെടുത്ത സമയം 10 മിനിറ്റ്, 6.7 കിലോമീറ്റർ. അപ്പോൾ എന്താണോ, ഇങ്ങനെ ഒരു ഫസ്റ്റ് ട്രിപ്പ് അടിച്ചാൽ കുഴപ്പമില്ല. മറ്റേത് റൂമിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് ട്രിപ്പ് അടിക്കാക്കുമ്പോഴേ വെറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എല്ലാ റൂമിലേക്കൊക്കെ കയറും. അതിലാറല്ലേ ഒരു ട്രിപ്പ് അടിച്ച് കിട്ടണം എവിടേക്കെങ്കിലൊക്കെ ഒന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ഓടിപ്പോയിക്കോളും. പിന്നെ ഒരു സമാധാനമാണ്. മറ്റേത് ഒന്നും അടിക്കാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസം കിട്ടില്ല. ഏതായാലും ഒക്കെ ഓണാണ്. നമ്മൾ അക്സെപ്റ്റ് റേറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്, 97 ആയിട്ടുണ്ട്. പിന്നെ റാപ്പിഡോ യാത്ര ഒന്നും അടിച്ചിട്ടില്ല. വേഗം അടിക്കാത്ത ട്രിപ്പ്. നമുക്കൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എടച്ചിറ ജംഗ്ഷൻക്ക് അഖില്. കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ വേറെ സംഭവം, വണ്ടി ചെരിഞ്ഞ് കിടക്കണോണ്ട് പെട്രോൾ ഒരു കട്ട കൂടി. അതിപ്പോൾ റെഡിയാവും. വണ്ടി ലെവലായ ചെറിയൊരു ചെരുവിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കൂടി. ഇപ്പോൾ അവിടെ യൂട്ടൺ അടിക്കണം, ബാക്കിലോട്ട് ഇങ്ങോട്ട് പോകണം. അവിടെയാണ് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷന്. ഈ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ എപ്പോഴേലേക്ക് വണ്ടി വരുള്ളൂ. എല്ലാ വണ്ടിയും നിർത്തൂല. ഈ രാവിലെ ഒരു വണ്ടി ഉണ്ട് തോന്നുന്നുണ്ട്, പിന്നെ വൈകിട്ടൊരു വണ്ടി ഉണ്ട്. അന്ന് ഞാൻ ഇൻഫോ പാർക്കിൽ നിന്ന് 2 വട്ടം ഒരു ടീമിനെ ആ ഒരു സമയത്ത് ആക്കിയിട്ടുണ്ട്. ഏതായാലും പോയി പിക്കട്ടെ, യൂട്ടൺ അടിക്കട്ടെ. നമ്മളെ കസ്റ്റമർ ആയിട്ടത് ബാഗും പിടിച്ച് പോണേ. 203 രൂപയാണ് ഈ ട്രിപ്പിനുണ്ടായത്. 203. നമുക്ക് കിട്ടിയ ഏണിങ്സ് ഇതേ പേയ്മെന്റ് തന്നെയാണല്ലോ വാങ്ങിയത്. 202 കണ്ടോ. അടുത്ത ട്രിപ്പ് അയ്യപ്പങ്കാവിലേക്കാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. ഗോപി കൃഷ്ണ എന്തെവിടുന്ന നേരെ ഇങ്ങോട്ട് പോയിട്ട് എടച്ചിറ ജംഗ്ഷൻ എവിടെ, വായനശാല അവിടെ അടിയിലേ സ്കൈലൈൻ്റെ കുറച്ച് ഫ്ലാറ്റുകൾ ഉണ്ട്. അവിടെ നിന്നാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത് പിക്കട്ടെ. ആ കസ്റ്റമർ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത്, നാട്ടിൽ നിന്ന് വരുന്നതാണ്. കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് പിക്ക് ചെയ്ത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ. നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. നല്ല സമയം എടുത്തു നമുക്ക് എത്താനായിട്ട്. ഓൺലൈൻ ട്രിപ്പായിരുന്നു. 235 രൂപ, 41 മിനിറ്റ് എടുത്തോ. ഈ 235 രൂപക്ക് 1 മണിക്കൂറിൻ്റെ അടുത്ത ടൈം എടുക്കണേ. 12 കിലോമീറ്ററോളം.
അതും ഓൺലൈൻ ട്രിപ്പ്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഓൺലൈൻ ട്രിപ്പ്, ഇപ്പോഴൊരു ഓൺലൈൻ ട്രിപ്പ് ഊബർ. അപ്പം 384 നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് ഊബറിന്. ടോട്ടലി 557 രൂപ. യാത്രയിൽ വരുന്ന വഴിക്ക് പാലാരോടത്തു നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 150 രൂപയുടെ. പിന്നെ റാപ്പിഡോ ഒന്നും അടിച്ചിട്ടേ ഇല്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. റീചാർജ് ഇനിയും ഉണ്ട്. ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ, ഇവിടുന്ന് പുറത്തിറക്കാം. നമുക്കൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ അല്ല, അർമൻ ഹോട്ടലിൽ നിന്നൊരു മുഹമ്മദിനെ പിക്കപ്പ് ഇട്ടിട്ടുണ്ട്. 10 കിലോമീറ്റർ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 950 മീറ്റർ ഹൈവേ കൂടി പോയിട്ട് നമ്മളെ സിഗ്നലിൻ്റെ അവിടെ നിന്നാണ്, SRM റോഡ് കഴിഞ്ഞിട്ട്. ഓക്കെ, പോയി ആളെ പിക്കട്ടെ. സമൃദ്ധിയിലൊക്കെ നല്ല തിരക്കുണ്ട്. എപ്പോൾ അടിച്ച ട്രിപ്പ് ആകെ വള്ളിയാണ്. അത് സെസ്ക്കാണ് ഡ്രോപ്പ് ഉള്ളത്, കാക്കനാട്. അവിടെ വന്നപ്പോൾ ആൾക്ക് സ്ഥലം അറിയില്ല, ആദ്യമായിട്ട് വരുന്ന ആളാണ്. ആകെ കുറെ കറങ്ങി. പിന്നെ റോട്ടിൽ നിന്ന് പുറത്തിറങ്ങി, അപ്പുറത്തെ ബിൽഡിംഗ് ആണ് പറഞ്ഞത്. അവിടെ പോയി അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വിട്ടു. സെസ്സാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചാൽ പോയിട്ടുണ്ട്. ഇപ്പോഴും ആളിപ്പോഴും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ബാഗ് ഉണ്ടോ ആളിപ്പോൾ ഞാൻ അവിടെ പാസ്സൊക്കെ കാണിച്ച് വന്ന് എവിടെ ബിൽഡിംഗ് എന്നാവും. ഒരു തമിയനാണ്. അതിനിടയ്ക്ക് ഒരു ട്രിപ്പ് വന്നു പോയി. നമുക്ക് ഒരു ട്രിപ്പ് വന്നു, അതിങ്ങനെ കറങ്ങി ലാസ്റ്റ് അത് ആ ട്രിപ്പ് അവരെന്നെ ക്യാൻസൽ ചെയ്തു. കസ്റ്റമർ ഊബറിൽ തന്നെയാണ് ട്രിപ്പ് വന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ട്രിപ്പ് കാരണം മൊത്തം കറങ്ങലുമായി. വേറെ ട്രിപ്പ് വന്നു, അതും പോയി. ആകെ മൊത്തം നഷ്ടമായി. ഈ ട്രിപ്പ് ഇപ്പോഴും എൻഡ് ആയിട്ടില്ല, 10:20 എന്തായാലും 1 മണിക്കൂർ സമയമായിട്ടുണ്ടാവും. ഞാൻ ഇതിന് മുമ്പത്തെ ട്രിപ്പും ഈ ട്രിപ്പിന്റെ സമയം ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എന്തായാലും 1 മണിക്കൂറിന്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ടാവും. നല്ല നഷ്ടമായി. ഇത് 200 രൂപ എന്തോ ഉള്ളു. ഒരു മാച്ച് ട്രിപ്പ് വന്നതാ, ഊബറിന്റെ ഓരോരോ ട്രിപ്പുകള്. ഞാനേതായാലും ആ ട്രിപ്പ് ക്ലോസ് ചെയ്തു, ആള് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ക്യാൻസൽ ആയ ട്രിപ്പ് ഇതാണ്. ഇതുണ്ടോ, കസ്റ്റമർ ക്യാൻസൽഡ്. കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോ ഇതിന് 209 രൂപ കണ്ടത്. ഇതിപ്പോ ഇനി കുറെ നേരം ഇവിടെ ഇങ്ങനെ ഓൺലൈനിൽ കടന്നു കഴിഞ്ഞാണ്ട് ആ പൈസ കൂടൊന്നുമില്ല, ഊബറുകാർ കൂട്ടിത്തരൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിവിടെ ക്ലോസ് ചെയ്തു. ഇനി അയാൾക്ക് എവിടെ പോകേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും കറക്റ്റ് സ്ഥലം ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു കൊടുക്കുമായിരിക്കും. അപ്പോൾ അവിടേക്ക് ആക്കിയതിന് ശേഷം 250 രൂപ വാങ്ങണം. 209 ആണ്, 210 ഒരു 40 രൂപ കൂട്ടിയിട്ട് 250 വാങ്ങണം. 10 കിലോമീറ്ററിന് എടുത്ത സമയം 55 മിനിറ്റ്. 1 മണിക്കൂർ സമയമാണ് 10 കിലോമീറ്ററിന് എടുത്ത്. എന്നിട്ട് ഊബറുകാർ തന്നാണ്ടോ അത്ര തന്നെ വാങ്ങിയിട്ടുള്ളൂ കസ്റ്റമർ കയ്യിൽ നിന്ന്. 209 വാങ്ങി, 204 നമുക്ക് തന്നു. ഭയങ്കര റേറ്റ് കുറവാണ്, നഷ്ടമാണ് നമുക്ക്. ഞാൻ ജസ്റ്റ് ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. ഇവിടെ നല്ല സർജ് ഉണ്ട്. ഇനിയും ഇതേപോലെയുള്ള ട്രിപ്പുകളൊക്കെ കിട്ടുക. 150 റുപ്യയുടെ ട്രിപ്പും 1 മണിക്കൂർ സമയവും. അത് ഭയങ്കര നഷ്ടമാവും. ഇപ്പം നമ്മൾ ടോട്ടൽ ഓടിയത് 791 രൂപക്കാണ് 4 ട്രിപ്പ്. ഞാൻ വരട്ടെ. ഇതെന്തായാലും ഒരു ഒടുക്കത്തെ വള്ളി ആയിട്ടുണ്ട്. ആള് വണ്ടി കയറി, എന്നിട്ടും ഒരു 10 മിനിറ്റോളം പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇത്ര നേരം സംസാരിച്ചതെന്ന് അറിയില്ല. ഇപ്പോഴും വഴി അറിയില്ല. വീണ്ടും അവിടെ തിരിക്കും ഇവിടെ തിരിക്കുന്നതിന് പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചോദിച്ചു. തമിയനാണ്, എന്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ വേറെ ആരോടോ ചോദിക്കാൻ പോയിട്ടുണ്ട്. അവർ ഞാനൊരു 250 പറയാനുള്ളത് 250 പറയണം. എനിക്ക് അത്ര ദേഷ്യം വരുന്നുണ്ട്. ഇത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വട്ടം നടക്കുക. എന്നാൽ ഒരു മര്യാദക്ക് ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാന്നുള്ള പറച്ചിലൊന്നുമില്ല. ഇത് ഊബർ വണ്ടിയല്ലേ. അപ്പോൾ 200 രൂപക്ക് ഇപ്പം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഇനിയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. എന്തായാലും ഒരു 250 വാങ്ങണം. ഒരു 20 രൂപയുടെ കൂട്ടിയിട്ടുണ്ട്. ആള് വരുന്നുണ്ട്. ഇപ്പൊ സ്ഥലം ചോദിച്ചിട്ടുണ്ട്. എന്നെ വന്ന് വിളിച്ചോണ്ട് അവിടെ ഫുള്ള് മലയാളം പറയണേന്നാണ്. ഇപ്പൊ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ആളിവിടെ സൈഡ് ആക്കുമെന്ന് ചോദിച്ചു. ഇപ്പൊ ആളവിടെ മൂത്രമൊക്കെ ഉണ്ട്. എനിക്ക് പാവം തോന്നുന്നുണ്ട്, ലാംഗ്വേജ് അറിയില്ലല്ലോ. ഇവിടെ ഇട്ട് കറക്കിയാല് എന്തായാലും നമ്മളെ ക്യാഷ് നമ്മൾ വാങ്ങാം 250. ചിലപ്പോൾ ആള് ഒന്നും പറയില്ലായിരിക്കും, ചിലപ്പോൾ ടിപ്പ് തരുവോ. എന്താ അറിയില്ല. ഒക്കെ എനിക്ക് എന്തായാലും പാവം തോന്നുന്നുണ്ട്. ഇതിൽ കൂടി ഇങ്ങനെ ഇതാക്കി വിട്ടിട്ട് നല്ല അർജന്റാണ്. ഇവിടെ ഒന്ന് നിർത്തി വെച്ചിട്ടേ ആളൊന്ന് മൂത്രയിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കഴിയട്ടെ. വീണ്ടും ഒരു സ്ഥലം പോയിട്ട് ഇവിടെ പണിയെടുക്കുന്നൊരു തൊഴിലാളി ഉണ്ട്, ഒരു പാവം. ആള് പറഞ്ഞപ്പോൾ ആള് കറക്റ്റ് എനിക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് എത്തി, അടുത്ത ഗേറ്റ് അവിടെ എത്തിയിട്ട് ആളോട് ചോദിച്ചിട്ട് ആൾക്കൊരു തേങ്ങയറിയില്ല. ഇവിടെ ഒറ്റൊരു വിദ്യാഭ്യാസമില്ല, സെക്യൂരിറ്റിക്കാരല്ല. എന്ത് സെസ്സാണിത്. എന്നിട്ട് ഞാൻ 250 പറഞ്ഞ ആള് 300 തന്ന്. അപ്പം എൻ്റെ അടുത്ത് 10 റുപ്യ അല്ല 30 ബാക്കി കൊടുക്കാൻ. അപ്പം 40 എടുത്തിട്ട് 10 ഉണ്ടോ ചോദിച്ചു. അപ്പം 10 ഇല്ല. അപ്പം എന്നോട് ബാക്കിയൊക്കെ വെച്ചോന്ന് പറഞ്ഞേ. അങ്ങനെ 300 രൂപ തന്നിട്ടുണ്ട്. 210 90 രൂപ കൂടി തന്നിട്ടുണ്ട്. ഏതായാലും ആള് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ഇനി കുറച്ച് ചായ അടിക്കണം, ഇനി ഒന്ന് വിശ്രമിക്കണം. 1 മണിക്കൂറും കഴിഞ്ഞു. എത്ര സമയമായി ഒരു ട്രിപ്പിന്. ബ്ലോക്ക് ഒന്ന് മാറി കിട്ടണം, ഭയങ്കര ബ്ലോക്ക്. ഇപ്പം മഴ ഒന്ന് മാറിയിട്ടുണ്ട്, നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴ മാറിയിട്ടുണ്ട്. ഒന്ന് ചായ കുടിച്ചിട്ട് ഊബർ ഓണാക്കാം. 10:36 സമയം. ആകെ ഒന്ന് ഓടിയത് 791 800 രൂപ.
CNG ആകെ പോയിട്ടുണ്ടാവും. ബ്ലോക്ക് കടന്ന് 1-2 ഗിയർ ഇങ്ങനെ മാറ്റിയ പെരും മഴയും. എന്തായാലും നഷ്ടം സംഭവിച്ചിട്ടില്ല. നമ്മളൊരു 90 രൂപ കൂട്ടി എടുത്തിട്ടുണ്ട്. 70 ഇട്ട് ബാക്കി ആൾ ടിപ്പ് തന്നിട്ട് 90 ആക്കി തന്നെ. സമയം 12:15. ഞാനും വിഷ്ണു പായസം കുടിക്കാൻ വന്നു. നല്ല മഴയാണ് പുറത്ത്. അങ്ങനെ ട്രിപ്പ് അടിച്ചിട്ടില്ല. അല്ല, ഊബർ ഓൺ ആക്കിയിട്ടില്ല. നല്ല ബ്ലോക്കാണ്. ആ കലൂർക്കൊക്കെ ലൊക്കേഷൻ ഇട്ട് നോക്കുമ്പോഴേ 50-52 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓഫ്ലൈൻ ആക്കിയിട്ടു ഈ പായസം കുടിക്കണം. വിഷ്ണു, നമ്മള് ഇപ്പോൾ ആസ്റ്റർ മെഡ് സിറ്റിയിലാണ് ഉള്ളത്. ഞാനിവിടെ ഒരു കസ്റ്റമർ ആക്കാൻ വന്നതായിരുന്നു. കാക്കനാട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഊബർ ഓൺ ആക്കി. അപ്പോൾ ഊബർ ഓൺ ആക്കിയപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ച് അതിപ്പോൾ ആസ്റ്റർ മെഡ് സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഇതുവഴി ഇങ്ങനെ എക്സിറ്റ് അടിച്ചപ്പോൾ അടുത്തൊരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ, അതും ആസ്റ്ററിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാക്കനാട് നമുക്കൊരു നല്ല കസ്റ്റമറെ കിട്ടി. നല്ല സംസാരവും കാര്യങ്ങളായിരുന്നു. പിന്നെ ആള് ഊബറിനെ പറ്റി ഓട്ടമുണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബുമൊക്കെ വന്ന് ആൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ടോക്കിലൂടെ ഒക്കെ അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പേരൊക്കെ ചോദിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി അടുത്ത ആൾ പോയി പിക്കട്ടെ. ആ ട്രിപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ആസ്റ്റർ മെഡ് സിറ്റിയിൽ നിന്ന് ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും പത്തരിപ്പാലം കിൻഡർ ഹോസ്പിറ്റലിൻ്റെ ആ സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടി ഇങ്ങനെ പോന്നിട്ട് 1274 ടോട്ടല്. ഇതിന് 208 രൂപയാണ് കിട്ടിയത്. 269 ഉണ്ട്. 70 ക്യാഷ് കളക്ട് ഉള്ളത്. അപ്പോൾ ഒരു 700 മീറ്ററോളം എക്സ്ട്രാ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 10 രൂപ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ 250 പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രൻ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ CNG നോക്കുമ്പോൾ 2 ആയിട്ടുള്ളൂ CNG. അപ്പോൾ ഇവിടെ അടുത്ത് പത്തരിപ്പാലം ഇതുണ്ടല്ലോ, CNG പമ്പ് ഉണ്ട്. അപ്പോൾ ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. അപ്പോൾ ഇനി CNG അടിച്ചിട്ട് ഓണാക്കാം. ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയാൽ CNG പമ്പ് ഉണ്ട്, ഭാരത് പെട്രോളിയം. ഇന്ന് നമുക്ക് ഊബർ മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. റാപ്പിഡോ ഒറ്റ ട്രിപ്പ് വന്നിട്ടില്ല. നമ്മൾ ബ്ലോക്കില്ല സമയത്ത് പിന്നെ റാപ്പിഡോ യാത്ര ഓണാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ റാപ്പിഡോ ഒരു ഒറ്റ ട്രിപ്പ് അടിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ രാവിലെ മുതലേ ഓണാക്കിയിട്ട് ഇതുവരെ റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല. യാത്രയിൽ 1-2 ട്രിപ്പ് അടിച്ചു പോയി. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, വേറെ ട്രിപ്പിലായിരുന്നു. എന്നാലും 2 ട്രിപ്പ് യാത്രയിൽ വന്നു പോയി. റാപ്പിഡോയിൽ ഒരു ട്രിപ്പും വന്നില്ല. ഇന്ന് എന്ത് പറ്റിയെന്നാവോ റാപ്പിഡോക്ക്. അങ്ങനെ CNG കാര്യങ്ങൾ അടിച്ചു. ഒരു കട്ട കുറവുണ്ട് കേട്ടോ. പമ്പ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ പ്രഷർ ഒന്ന് കുറവുണ്ട് തോന്നുന്നുണ്ട്. 133 കിലോമീറ്റർ ഓടിയ 2 അട്ടിമ്പാടുണ്ടായിരുന്നു. കുഴപ്പമില്ല. 569 രൂപയാണ് ഫുൾ ടാങ്ക് CNGക്ക് ആയത്. ഇനി ഊബർ ഓണാക്കാം. ചാർജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊബർ ഓണായിട്ടുണ്ട്. ഇത് രണ്ടും ഫുൾ ടൈം ഓണാണ്. ഇതൊന്നും ട്രിപ്പേ അടിച്ചിട്ടില്ല റാപ്പിഡോയിൽ. 747 രൂപ ഏൺ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഏൺ ചെയ്യാനുള്ള ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. എന്ത് സംഭവം എന്ന് അറിയില്ല. ഞാൻ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കി. അപ്ഡേഷൻ ഒന്നും ഇല്ല. യാത്രയിൽ പിന്നെ 2 ട്രിപ്പ് അടിച്ചു പോയി. ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ. ഞാനിപ്പോൾ മൊബൈൽ ഷോപ്പിലാണ് ഉള്ളത്. നമ്മൾ എടപ്പള്ളി. ഞാൻ ആദ്യം വർക്ക് ചെയ്തതിന് മൊബൈൽ ഷോപ്പാണ്. അത് നമ്മൾ കാക്കനാട് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ ആദ്യം പായസം കുടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് മാറുന്നു ട്രിപ്പ് അടിക്കണില്ലാണ്ട്. അപ്പൊ ആദ്യം ഒരു വിഷ്ണുവിനെ ട്രിപ്പ് അടിച്ച യാത്രയിൽ അതവന് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ച് ആസ്റ്റർ മെഡ് സിറ്റിക്ക് ഉള്ളത്. അപ്പൊ ആള് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ വിഷ്ണുവിന്റെ വണ്ടിയിലായിരുന്നേ. പുറത്തിറങ്ങിയപ്പോ നമ്മളെ വണ്ടിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരാൾ നിൽക്കണം. നമ്മളെ കസ്റ്റമറാ. അപ്പൊ ആള് വണ്ടിന്റെ അടുത്ത് തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് വണ്ടിയുടെ ഡ്രൈവർ എല്ലാം ചോദിക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഈ വണ്ടിന്റെ ഡ്രൈവർ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി. നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു. പിന്നെ ഇപ്പൊ വീഡിയോന്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരു മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ എടപ്പള്ളിയിലുള്ള മൊബൈൽ ഷോപ്പിലാണ്. ഇതാണ് നമ്മളെ നിഹാല്. അപ്പൊ ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. നല്ല മഴ ഉണ്ട് പുറത്ത്. ഞാന് ഫുഡ് കഴിക്കണ്ടേ? എന്ത് ഫുഡാ? ഇറച്ചിച്ചോറ്. ഫുഡ് കഴിച്ചു വന്നപ്പോ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, മുക്താർ. അപ്പോൾ ആളെ പോയി പിക്കട്ടെ. ഏകദേശം ഹൈവേന്റെ ഭാഗത്ത് നിന്നാണ്, മറൈൻ ഡ്രൈവ് ഭാഗത്തേക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. 189 രൂപ ഉണ്ടായിരുന്നു ഫെയർ. പോയി പിക്കട്ടെ. ഇവിടെ ഓടിക്കണം, നല്ല മഴ ഉണ്ടെന്ന്. നമ്മൾ വീണ്ടും മാസ്റ്റർ മെഡ് സിറ്റിയിലേക്ക് എത്തി. അത് എടപ്പള്ളി നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് ഒരു ഹിന്ദിക്കാരന്മാരായിരുന്നു. അവർ മേനകയിൽ ഇറങ്ങി 180 രൂപ കിട്ടി. അവിടുന്ന് തന്നെ ഒരു 400 മീറ്റർ അപ്പുറത്തുനിന്ന് 187 രൂപയുടെ ഒരു സൗത്ത് ചിറ്റൂർ ട്രിപ്പ് അടിച്ച്. അത് നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് 300 രൂപക്ക് ആലുവയ്ക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആസ്റ്റർ മെഡ് സിറ്റിയിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാപ്പിഡോന് ജീവൻ വന്നു കേട്ടോ. റാപ്പിഡോ യാത്രി നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മുതൽ ട്രിപ്പ് അടിയാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഇതുവരെ എത്തോളം അത്യാവശ്യം കുഴപ്പമില്ലാതെ റാപ്പിഡോയിലും യാത്രയിലും ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഊബറിൽ 300 രൂപയുടെ ആലുവ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആളെ പോയി പിക്കട്ടെ. നല്ല ബ്ലോക്കും ഉണ്ട്. ചിലയിടത്തുകൂടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ആസ്റ്റർക്കൊക്കെ വരുന്നിടത്ത് അവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. കാരണം ഈ ആസ്റ്ററിൻ്റെ ചുറ്റും പാടവും
പിന്നെ കായൽ പോലത്തെ ചെറിയ ചെറിയ വെള്ളങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 1851 രൂപയായി 9 ട്രിപ്പ്. ഈ ട്രിപ്പ് 258 രൂപ കിട്ടിയത്. 48 മിനിറ്റ് എടുത്തു ഈ ട്രിപ്പിന്. ഇപ്പോൾ ഏകദേശം എല്ലാ ട്രിപ്പിനും അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട്. മഴ പെയ്യുന്നിടത്തോളം ബ്ലോക്കും കൂടുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ നേരം ബ്ലോക്ക് കിട്ടി ഇതിൻ്റെ അടുത്ത്, ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ അടുത്ത്. ഇതിവിടെ ഏകദേശം ഒരു UC കോളേജിൻ്റെ അവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്താണ്. 15.74 കിലോമീറ്ററാണ് ഡ്രോപ്പ് ചെയ്തത്. ഏകദേശം ഒരു 18 രൂപ കിലോമീറ്ററിന് വെച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് തന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ട്രിപ്പ് അവിടുന്ന് ആസ്റ്ററിന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പള്ളിക്കരക്ക് ട്രിപ്പ് അടിച്ചു 443 രൂപ. മറ്റേ റാപ്പിഡോയില് 19 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കസ്റ്റമർ 60 രൂപ ടിപ്പ് എക്സ്ട്രാ കൂട്ടിയിട്ട്, വണ്ടി കിട്ടാത്തതുകൊണ്ട് 60 രൂപ കൂട്ടിയിട്ടാണ് ഇതാക്കിയത്. അങ്ങനെയാണ് 19 കിലോമീറ്ററിന് 443 രൂപ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആയിരുന്നു. ഇതിൽ പിന്നെ അപ്പോൾ കസ്റ്റമർ കയറിയില്ല, എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രിപ്പ് എടുത്ത് പോകായിരുന്നു. ഇതിപ്പോൾ UC കോളേജിൻ്റെ അവിടെയാണ്. ഇവിടുന്ന് ഇപ്പോൾ വല്ലാണ്ട് ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ്. സമയം 5:48 ആയിട്ടുണ്ട്. മഴ ഇതുവരെ ചോർന്നിട്ടില്ല. അവിടുന്ന് നമുക്കൊരു 1.6 കിലോമീറ്ററിൽ ഒരു തോട്ടക്കാട്ടുകര ട്രിപ്പ് കിട്ടി. കറക്റ്റ് ഈ ആലുവ പാലത്തിൻ്റെ അടുത്തൊരു ഒരു പള്ളിയിലേക്കായിരുന്നു. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മിന്നു, ഇവിടെ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. അത് 300 രൂപയുടെ ട്രിപ്പാണ്, 15 കിലോമീറ്റർ നേരത്തെ കിട്ടിയ പോലെ. പക്ഷേ എങ്കിൽ 49 മിനിറ്റ് വരുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അതിലേറെ സമയമാവും. അവർ 49 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലേറാവും. ഏതായാലും പോയി മിന്നുവിനെ പിക്ക് ചെയ്യട്ടെ, മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ്. നമ്മളാ ട്രിപ്പ് കഴിഞ്ഞു. ഇത് അങ്കമാലി ഏകദേശം ഒരു എയർപോർട്ട് ഭാഗത്ത്, എയർപോർട്ടിൽ കൂടുന്ന ഒരു 1.5 കിലോമീറ്റർ പോയ എയർപോർട്ട് എത്തും. അവിടെ ഏതൊരു പള്ളിൻ്റെ അവിടെയാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മറ്റേ 4.9 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 13 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എയർപോർട്ട് പോകണമെന്ന് കരുതിയാണ്. കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്, പോയിരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ആ ഒരു ദേശം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. പിന്നെ അതുവരെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത് പിക്കപ്പ് അഭിഷ. ഇത് എവിടുക്കാന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. നമ്മളെ എറണാകുളം ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ എടുത്ത് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ടത് ക്യാൻസൽ ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ഇതെവിടെ? റെയിൽവേ സ്റ്റേഷൻ അങ്കമാലി. അല്ല, ഇത് എടുക്കാനോ ഡ്രോപ്പ് എടുക്കാനോ? ശ്രീനാരായണ മെഡിക്കൽ. അതെവിടെ, കാലടിയാണോ? ചാലക്ക. ഓക്കെ. ചാലക്ക എവിടെ? ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ചാലക്ക അത് ഞാൻ കേട്ടിട്ടില്ല കറക്റ്റ്. അത് ഏത് ഭാഗത്തേക്കാന്നാവോ? ചാലക്കൽ. ഓക്കെ, ചാലക്കൽക്ക് ഇവിടുന്ന് 19 കിലോമീറ്റർ. ഇതേതാ ഭാഗം? ചെമ്പരക്ക്, ചൊവ്വര, ആലുവൻ്റെ ഏകദേശമൊക്കെ അടുത്താണ്. കുഴപ്പമില്ല, ഏകദേശം ആലുവ സൈഡിലേക്കാണ്. ഏതായാലും നമുക്ക് ഒന്നും കൂടി വിളിച്ചിട്ട് പറയാം. കാരണം 13 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് അവർ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് ആവുമെന്ന് പറയാം. ഹലോ. പിന്നെ ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട് പിക്ക് ചെയ്യാൻ. അപ്പൊ 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യണ്ടേ? വരണോ? ക്യാൻസൽ ചെയ്യരുതേ. ലേറ്റ് ആവുകൊണ്ട് ക്യാൻസൽ ആക്കരുത്. അത് വേറെ വഴിയായിരിക്കും. ഇപ്പൊ ഇതിൽ കാണിക്കുന്നത് 13 മിനിറ്റാ. ഓക്കെ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഏതായാലും ക്യാൻസൽ ആക്കൂലെന്ന് വിചാരിക്ക. പിന്നെ 269 രൂപയുണ്ട് ഈ ട്രിപ്പിന്റെ ഫെയർ. പിന്നെ അപ്പൊ ഏതായാലും ചെന്ന് നോക്കട്ടെ. 4.8 കിലോമീറ്റർ ഉണ്ട്. 15 മിനിറ്റ് പറഞ്ഞപ്പോ ഓള് 9 മിനിറ്റ്. അപ്പോ റോഡ് വളരെ മോശമാണല്ലോ. അങ്ങനെ നമ്മൾ ഈ ട്രിപ്പും അവസാനിച്ചിരിക്കുകയാണ്. 2,565 രൂപയ്ക്ക് ടോട്ടൽ ഓടി. 256 രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത്. ഇത് 14 കിലോമീറ്റർ ഓടി. നമ്മൾ 25 മിനിറ്റ് കൊണ്ട് എത്തി. 350 ക്യാഷ് കളക്ട് ചെയ്തു. 256 നമ്മുടെ ഏണിങ്സ്. നമ്മൾ പകുതി കട്ട CNG കഴിഞ്ഞിട്ടോ. ഇനി ഇവിടെ ഉള്ളത് 76 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. ഒരു 70 ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 6 കിലോമീറ്റർ പിന്നെ ഓടിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാം. ഇനി സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാം.
ഡെസ്റ്റിനേഷൻ്റെ സിമ്പിൾ ഇവിടെ കാണാമല്ലോ. ഇവിടെ ഒരു സെർച്ചിങ്ങിൻ്റെ ഇതുണ്ടാവാറുണ്ട്, ബാറ്. അത് കാണാനില്ല. അപ്പം നമ്മളൊന്ന് ഓഫ്ലൈൻ ആക്കിയിട്ട് ഓൺലൈനിലാക്കി നോക്കാം. അപ്പോൾ ചിലപ്പോൾ കിട്ടാറുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതേതൊരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാക്കനാട് ജംഗ്ഷന് കൊടുക്കുക. ഓക്കെ, സെറ്റ്. ഇതേതൊരു ഹോസ്പിറ്റലാണ്, നമ്മുടെ കുന്നുകര സ്ഥലത്ത്. അവിടുന്ന് കുന്നുകരന്ന് ഒരു 3 കിലോമീറ്റർ കൂടി പോന്നിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഏതായാലും ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ. ഒരു അരമണിക്കൂർ കൂടെ നിൽക്കാം, എന്നിട്ട് അതിന് ശേഷം ഇവിടുന്ന് തിരിക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ വന്നപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അത് 30 അപ്പോൾ എന്നോട് വണ്ടി ഒതുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തി. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 10:12 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ ഒരു 10 മുട്ടയും വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കഞ്ഞിയാണ്. നമ്മളൊരു കഞ്ഞിയായി ഗേസ്. അപ്പോൾ ഇന്ന് ഓടിയത് കാട്ടിത്തരാം. ഇന്ന് നമ്മൾ ഓടിയ കിലോമീറ്റർ 185 കിലോമീറ്റർ ഓടി. ഇന്ന് നമ്മൾ 185 കിലോമീറ്റർ ആണ് ഓടിയത്. ബിയിൽ 185 കിലോമീറ്റർ ഓടി. നമ്മൾ ഇന്ന് CNG അടിച്ചിട്ട് 104 കിലോമീറ്റർ ഓടി. ഇനിയിപ്പോൾ 4 കട്ടിയും പാടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഏണിങ്സ് ഊബറിൽ മാത്രമേ ഇന്ന് അത്യാവശ്യം ഓടിയിട്ടുള്ളൂ. 2839 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്. അപ്പോൾ ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. റാപ്പിഡോ യാത്രയിൽ ഇന്ന് ഓടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.